പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. പ്രതിപക്ഷാംഗങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അതെങ്കിലും കേൾക്കൂ. നിങ്ങൾ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. നിങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടത് മറുപടി പറഞ്ഞോട്ടെ. സംസ്ഥാന സർക്കാരിന് വാഴോട്ടുകോണം വാർഡ് കൗൺസിൽ സമർപ്പിച്ചിരുന്ന അപേക്ഷയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ വാഴോട്ടുകോണം കൗൺസിലർക്ക് കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ സുഗതന്റെ അപേക്ഷയെ പിന്തുണച്ചു. 51 പേർ പിന്തുണച്ച സാഹചര്യത്തിലും അദ്ദേഹത്തിന്റെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു. കൗൺസിൽ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും 1000 നന്ദി. കൗൺസിൽ യോഗം തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ LDF UDF കൗൺസിലർമാർ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതിൽ അഴിച്ചുവിടുന്ന സാഹചര്യമാണ് നഗരസഭയിലുള്ളത്. ഇനി കൂടുതൽ നടപടികളിലേക്ക് കടക്കുമോ, ആരെങ്കിലും പരാതിയുമായി രംഗത്തേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഈ അവധി അപേക്ഷ അംഗീകരിക്കാനുള്ള അധികാരം കൗൺസിൽ യോഗത്തിനുണ്ട്. അതേസമയം തന്നെ ഇനി പരാതിയുമായി ആരെങ്കിലും മുന്നോട്ടെത്തിക്കഴിഞ്ഞാൽ അതിലൊരു തീരുമാനം നിർണായകമാവുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആകും. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള പരാതികളുമായി ആരെങ്കിലും മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ടാവും? മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷയ്ക്ക് ഔദ്യോഗികമായ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. കൗൺസിലിലെ 51 അംഗങ്ങളുടെ പിന്തുണ കൃത്യമായി ഉറപ്പാക്കിക്കൊണ്ടാണ് സുഗതന്റെ അവധി അപേക്ഷയിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതേസമയം അത് അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡയസിനുള്ളിൽ LDFന്റെയും UDFന്റെയും കൗൺസിലർമാർ 2 വർഷങ്ങളിൽ നിന്നുകൊണ്ട് പ്രതിഷേധം മുഴക്കുന്നത്. മേയറുടെ ഡയസിന് തൊട്ടു മുമ്പിൽ SP ദീപകിന്റെ നേതൃത്വത്തിൽ LDF കൗൺസിലർമാർ, തൊട്ട് സമീപത്തായി KS ശബരിനാഥ് ഉൾപ്പെടെയുള്ള UDFന്റെ കൗൺസിലർമാരും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും? അതായത് ഹൈക്കോടതിയിൽ ഈ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി കടക്കുമോ, അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്നതിലാണ് വ്യക്തത വരാനുള്ളത്. ഇപ്പോൾ സ്വതന്ത്ര അംഗമായ സുധീഷ് മാധ്യമങ്ങളെ കാണുകയാണ്. സുധീഷിന്റെ പ്രതികരണം എന്താണെന്ന് കൂടി കേൾക്കാം. ഏതാണ്ട് 1 മാസം കൊണ്ട് ഇവിടെ കൗൺസിലിലെ കാര്യങ്ങൾ നടക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ BJPയുടെ ഈ കൗൺസിലിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ സഹായിക്കാൻ സുധീഷ് ഉണ്ടാവും. നല്ലത് ചെയ്താൽ പറയും, തെറ്റ് ചെയ്താൽ ആവർത്തിക്കും. അല്ല, നല്ല രീതിയിൽ പോകണമെന്നുള്ളത് കൊണ്ടാണ്. അതായത് കാപ്പ കേസിലെ പ്രതിയായ ഒരാൾ കൗൺസിലിൽ വന്നിരിക്കുന്ന അത്ര നല്ല കാര്യമാണ്. കാപ്പ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ കൗൺസിലിൽ വന്നിരിക്കുന്നതിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. കാപ്പ കേസിൽ പ്രതിയായിരിക്കുന്ന ഒരാൾ നിരവധി കേസ് പറയേണ്ടതല്ല, കോടതിയിൽ നടക്കുന്ന വിഷയം കോടതിയിൽ സംസാരിക്കണം. ഇപ്പോൾ 51 പേരാണ് കൈ ഉയർത്തി സുഗതന്റെ അവധി അപേക്ഷയെ പിന്തുണച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. കൗൺസിൽ പ്രതിസന്ധിയിലാകരുത് എന്നൊരു കാരണം കൊണ്ടാണ് താൻ പിന്തുണച്ചത് എന്നാണ് സുധീഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട് അവിടെ നിന്നും. ഡാൻ, ഇപ്പോൾ സുധീഷിന്റെ പ്രതികരണം വരുമ്പോൾ അതിൽ കൗൺസിലിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാകരുത്, അതുകൊണ്ടാണ് താൻ പിന്തുണയ്ക്കാൻ തയ്യാറായതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കോൺഗ്രസിനടുത്ത് കമ്മ്യൂണിസ്റ്റിനടുത്ത് ഒരു വിരോധമില്ല.
കൗൺസിൽ തടസ്സപ്പെടാൻ പാടില്ല എന്ന കാരണം കൊണ്ടാണ് താൻ പിന്തുണ അറിയിച്ചത്. അതായത് സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മേയർ മുമ്പോട്ട് വെച്ച പ്രമേയത്തിനെ പിന്തുണച്ചത്. ഈ കൗൺസിൽ യോഗം ഇതിന്റെ പേരിൽ തടസ്സപ്പെടാൻ പാടില്ല എന്നൊരു നിലപാടാണ് സുധീഷ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്ത് ഒരിക്കൽ കൂടി മാധ്യമങ്ങളെ കാണും. അവിടെ വിശദമായി നമുക്ക് ഈ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയും. ഡൈസിനുള്ളിലേക്ക് കയറുന്നതിന് മാധ്യമങ്ങൾക്ക് പരിമിതികൾ ഉള്ളതിനാലാണ് നമുക്ക് അതിനടുത്തേക്ക് എത്താൻ കഴിയാത്തത്. അല്പസമയത്തിനകം സുധീഷ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ പുറത്ത് മാധ്യമങ്ങളെ കാണും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എൽ ഡി എഫിന്റെയും അതോടൊപ്പം യു ഡി എഫിന്റെയും കൗൺസിലർമാർ സുധീഷ് എപ്പോഴെപ്പോഴും എനിക്ക് പറയേണ്ട കാര്യമില്ല. ബിജെപിയുടെ കേസല്ല ഞാൻ ഇവിടെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. സുഗതൻ എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം കൗൺസിലിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പം നടന്നിരിക്കുന്ന പ്രശ്നം കോടതിയാണ് അത് പരിഹരിക്കാനുള്ളത്. അദ്ദേഹം ഒരു ലീവ് ആപ്ലിക്കേഷൻ പറയുമ്പോഴത്തേക്കും അതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് അംഗീകരിക്കണമെന്നുള്ള നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രതിപക്ഷത്തോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ്, എന്ത് നിയമ നടപടികൾ വരട്ടെ, നിയമ നടപടികൾ വരുന്ന സമയത്ത് ആ സമയത്താണ് തീരുമാനം എടുക്കാനുള്ളത്. ഒരു കൗൺസിലിനെ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് എപ്പോഴും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. യു ഡി എഫ് സ്വതന്ത്രം നിങ്ങൾ പറയുന്നതാണ് യു ഡി എഫ് സ്വതന്ത്രമാണ്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ ഇടതുപക്ഷത്തിലാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നെ അതിനുശേഷമുള്ള എന്റെ പ്രവർത്തനം കോൺഗ്രസ് ആണ്. ഞാൻ കോൺഗ്രസ് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്ന സമയത്ത് എനിക്കുണ്ടായ അന്നുള്ള പ്രശ്നത്തിന് പുറത്താണ് ഞാൻ സ്വതന്ത്രനായിട്ട് വരുന്നത്. അത് യു ഡി എഫ് സ്വതന്ത്രമല്ലാതെ നിങ്ങൾ ഉച്ചരിക്കുന്ന വാക്കുകളാണ്. കാപ്പ കേസിലെ പ്രതിയായും അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് കാപ്പ കേസിലായതും ഏത് സാഹചര്യത്തിലായെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അത് അതിന്റെ നിയമവഴിക്ക് നടന്നോട്ടെ. ഇപ്പോൾ ഒരു അപേക്ഷ വരുമ്പോൾ ഒരു കൗൺസിലറിനെ അദ്ദേഹം ഇലക്ടഡായി വന്നതാണ്. ആരും കൊണ്ട് വെറുതെ പേരെഴുതി വെച്ചിട്ടുള്ളതല്ല. ഞാൻ ഈ പറയുന്ന നാളെ എനിക്കിതൊരു അവസരം വന്നു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ തന്നെ പ്രതികരിക്കണമെന്നാണ്. ആരായിരുന്നാലും കൂടെ നിന്ന് സഹായിക്കണമെന്നുള്ളതാണ്. അല്ലേ, സുഗതന്റെ ആവശ്യമാണല്ലോ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. BJP ഇനിയിപ്പോൾ നാളെ ഒരു ദോഷമായ കാര്യം ഞാൻ റിയാക്ട് ചെയ്യും. അത് വേറെ കാര്യം. അത് അതെ 52 ഉണ്ട്. ഇപ്പൊ 51 ഉണ്ടായിരുന്നു. സുഗതൻ വീട് പോയപ്പോഴത്തെ 51 ഉണ്ടായിരുന്നു. എന്തോ കാരണം എന്താണെന്ന് തോന്നുന്നു. കൗൺസിൽ നന്നായി നടക്കണം. കൗൺസിൽ നടക്കണം. ഇത് എന്നും വന്ന് ഇതിന്റെ പേരിൽ ഇവിടെ വന്ന് ഒരു സുഗതനല്ല ഇവിടെ വിഷയം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കോർപ്പറേഷന്റെ സാമ്പത്തികമായിട്ടും ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഇപ്പോൾ നഗരസഭാ കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു. പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ സുധീഷിന്റെ പ്രതികരണമായിരുന്നു ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള നിർണായക തീരുമാനമാണ് പുറത്തുവരുന്നത്. അവിടെ LDF UDF കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്നും ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ പരാതികളുമായി ആരെങ്കിലും രംഗത്തേക്ക് വരുമോ എന്നുള്ളതൊക്കെ അതിനിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ കൗൺസിൽ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാൻ കുര്യൻ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ, ഇപ്പോൾ അവിടെ പ്രതിഷേധം തുടരുന്നുണ്ടോ? സുധീഷിന്റെ പ്രതികരണത്തിൽ നിന്ന് കൗൺസിലിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാകാതിരിക്കാനാണ് താൻ പിന്തുണച്ചത് എന്നാണ് പറയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ തീരുമാനം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമോ? BJP ഒരു പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യതയുണ്ടോ ഇത്? കപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം BJP കൗൺസിലർ R. സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ അംഗീകരിച്ചിരിക്കുകയാണ്. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമത്തിന്റെ 91-ാം വകുപ്പ് പ്രകാരമാണ് അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്താൽ അയോഗ്യനാക്കും എന്നുള്ള ഒരു സാഹചര്യം നിലനിന്നിട്ടും ഇപ്പോൾ അവധി അപേക്ഷ കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് LDF UDF കൗൺസിലർമാർ അഴിച്ചുവിട്ടത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കുറച്ചു മുൻപ് കണ്ടു. ഇതിനെ പിന്തുണച്ച സ്വതന്ത്രനായ സുധീഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ കേട്ടു. ഇനി വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ പോകുന്ന പ്രതിസന്ധികൾ? LDF UDF കൗൺസിലർമാർ ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കും? അവർ ഏതെങ്കിലും രീതിയിലുള്ള പരാതിയുമായി രംഗത്തേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്.